ഡോക്ടറെ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് ഈ ഡയബറ്റീസിൻ്റെ മരുന്ന് നമ്മൾ ജീവിതകാലം മുഴുവൻ എടുക്കണമെന്നുള്ളത്. അതിൻ്റെ ആവശ്യം ഉണ്ടാവുമോ? ഇല്ല, നമുക്ക് എന്തായാലും ജീവിതകാലം മുഴുവനും നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലും ആഹാരത്തിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ എടുക്കുന്ന മെഡിസിൻ നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്കൊന്ന് കൺട്രോളിൽ നിർത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർ പലരും പഞ്ചസാര കട്ട് ചെയ്തിട്ട് പകരം തേൻ യൂസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ശർക്കര യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണോ യൂസ് ചെയ്യുന്നത്? അത് നല്ലതല്ല. അല്ല. അതായത് നമ്മൾ ഈ തേനിലാണെങ്കിലും അതിൻ്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ കൂടുമ്പോൾ വീണ്ടും ഷുഗർ കൂടാനുള്ള ചാൻസ് ആണ്. അതെ. ഡോക്ടർ, അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ് ആണ്, പക്ഷേ മധുരം തീരെ ഒഴിവാക്കാൻ പറ്റില്ല. ചായയിലോ കാപ്പിയിലോ കുറച്ചെങ്കിലും മധുരം വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ എന്താണ് സജസ്റ്റ് ചെയ്യുക മധുരത്തിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അവർക്ക് നമുക്ക് ഈ സ്റ്റീവിയ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഷുഗർ കൂട്ടേയില്ല, പക്ഷെ നമുക്കൊരു മധുരത്തിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അതും ബെറ്റർ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഷുഗർ ആണെങ്കിലും ഗ്ലൂക്കോസ് ആയിട്ടുള്ളതാണല്ലോ, അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് എങ്ങനെയാണ് കിഡ്നീനെ ബാധിക്കുന്നത്? അതായത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിട്ടുള്ള രക്തമാണ്. ഈ രക്തം നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നിയിലേക്കാണ് പോകുന്നത്. കിഡ്നിയിൽ ഫിൽറ്റർ ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റ്സ് ആണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിഡ്നിയിൽ നമ്മൾ നല്ല പ്രഷറിൽ ഈ ഒരു ഗ്ലൂക്കോസ് കൂടുതലുള്ള രക്തം വരുമ്പോൾ അതിന്റെ ഒരു പ്രഷർ കൂടുതലാവും. അപ്പോൾ അത് ഡാമേജ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ ഷുഗർ വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരങ്ങൾ കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തരുമല്ലോ. അമിതമായിട്ട് ദാഹം ഉണ്ടാവും, അതേമാതിരി തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലാണ്. പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ കഴുത്തിലും കക്ഷത്തിലും ഒക്കെ കറുത്ത കളറ് കാണും. അക്കന്തോസിസ് നിഗ്രിക്കൻസ് പറയും. നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ കഴിയുമോ? അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പെർമനന്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ അല്ല. ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മധുരം കഴിക്കാൻ പാടില്ല, അങ്ങനെയാണോ? പ്രമേഹം അഥവാ ഡയബറ്റീസ് കേട്ട് പരിചയമുള്ള വാക്കാണ്. നമ്മുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് പ്രമേഹം? നമുക്കത് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് താമരശ്ശേരി QNB ഹെൽത്ത് കെയറിലെ ഡോക്ടറായിട്ടുള്ള അരുണിമയാണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടറെ, ഷുഗർ വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കാണിച്ചിരുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് നല്ല ദാഹം ഉണ്ടാകും, പിന്നെ ക്ഷീണം വരാം, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനും ഒരു ടെൻഡൻസി ഉണ്ടാകും. പോയി കഴിഞ്ഞാലും പിന്നെയും പോവാനും, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുമ്പോഴത്തേനും ബാത്റൂമിൽ പോകാനും ഒരു ടെൻഡൻസി ഉണ്ടാകും. പിന്നെ ബാത്റൂമിൽ പോയി വരുമ്പോഴും ബാത്റൂമിലേക്കൊക്കെ ഉറുമ്പ് പോകുന്നത് മാതിരി ഉണ്ടാകും. അതായത് ഉറുമ്പ് പോകുന്നുണ്ടായിരിക്കും അവിടേക്ക്. അപ്പം അതൊക്കെയാണ് ഈ ഒരു ഇതിന്റെ സിംറ്റംസ്. വരുന്നതിന്റെ മുന്നേ ആയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർ, എന്താണ് ഈ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഡയബറ്റീസ് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല, പക്ഷെ ആണ് താനും. അതായത് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഒരു 125 അല്ലെങ്കിൽ 130 ആ ഒരു റേഞ്ച് എത്തുമ്പോഴേ തന്നെ നമ്മൾ അതൊരു പ്രീ ഡയബറ്റീസ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു ടൈമിൽ നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് അധികരിക്കാതെ നമുക്ക് അതിനെ ഡയബറ്റീസിലേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ കഴിയുമോ? അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പെർമനന്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ അല്ല. നമ്മൾ അത് എടുക്കുന്ന മെഡിസിൻസ് കുറച്ച് കൊണ്ടുവരിക, അതല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ പ്രീ ഡയബറ്റീസ് സ്റ്റേജിലാണെങ്കിൽ അത് സ്റ്റാർട്ടിംഗ് ആണ് ഡയബറ്റീസ് എന്നുള്ള കേസിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നമ്മളുടെ വെയിറ്റ് മാനേജ് ചെയ്യുന്നതിലൂടെ, അതല്ലെങ്കിൽ ഭക്ഷണങ്ങളും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിലൂടെ നമുക്ക് ഇതിനൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷേ ഈ ചെക്കപ്പ് നമ്മൾ 3 മാസം കൂടുമ്പോഴുള്ള HbA1c അതൊക്കെ എന്തായാലും ചെയ്തിട്ട് കൺഫേം ആക്കണം. അപ്പം നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകളാണ് മെയിനായിട്ട് ചെയ്യേണ്ടി വരിക? മെയിനായിട്ട് നമ്മൾ ഫാസ്റ്റിങ്ങിലെ ബ്ലഡ് ഷുഗർ നോക്കും, അതായത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ നോക്കും. അതുമാതിരി ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത്, അതായത് PPBS നോക്കും. അതുപോലെ തന്നെ നമ്മൾ 3 മാസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, HbA1c എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 3 മാസം അതിൽ എല്ലാ വാല്യൂസും അറിയാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു 3 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഒരു അളവ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നത് ആ ഒരു ടെസ്റ്റാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഷുഗറുള്ള പലർക്കുള്ള ഡൗട്ടാണ് അവർക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. പറ്റുമോ? എന്തായാലും പറ്റും. അതായത് നമ്മളത് കൺട്രോൾ ചെയ്തിട്ട് കഴിക്കണം. അതായത് നമ്മൾ
അധികം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് നല്ല മധുരമുള്ള മാങ്ങ അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ നേന്ത്രപ്പഴങ്ങള്, പഴം, ഇതൊക്കെ മധുരം കൂടിയിട്ടുള്ള പഴങ്ങൾ കൺട്രോൾ ചെയ്യണം. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് പിന്നെ കഴിക്കേണ്ടത് നമ്മൾ ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്താണ് അധികം മധുരം ഇല്ലാത്തത്, അനാറ് അല്ലെങ്കിൽ പേരയ്ക്ക, ആപ്പിള്, ഇതൊക്കെ നല്ലതാണ്. അതിലൊക്കെ ഷുഗറിന്റെ എന്താണ് ക്വാണ്ടിറ്റി കുറവായിരിക്കും, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ ഷുഗർ പേഷ്യൻസിന് ഈ ചക്ക മാങ്ങ, ഭയങ്കര പഴുത്ത ചക്ക മാങ്ങ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം ഫ്രൂട്ട്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. നല്ലത്. പിന്നെ ഫ്രൂട്ട്സ് എടുക്കുവാണെങ്കിലും അത് നമ്മൾ റോ ആയിട്ട് തന്നെ എടുക്കാം. അത് നമ്മൾ ജ്യൂസ് ആക്കാതെ, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടിയിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കാതൊക്കെ ഇരിക്കുക. അല്ലെങ്കിൽ ഒരു നമ്മൾ മേടിച്ച കണ്ടിന്യൂസ് ആയിട്ട് കുറെ ക്വാണ്ടിറ്റിയിൽ ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുക, മിക്സ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇത്. ഫ്രൂട്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ വേഗം ജ്യൂസ് ആക്കും, ജ്യൂസ് ആയി കഴിഞ്ഞാൽ അതിലെ നാരുകൾ മുഴുവൻ പോവുകയാണല്ലോ ചെയ്യുന്നത്. അത് എടുക്കാൻ എളുപ്പമാണ് വിചാരിച്ചിട്ട് അവര് നമുക്ക് അതിൽ വേണ്ടത് മെയിൻ ആയിട്ട് അതിലുള്ള ഫൈബേഴ്സും അതിലുള്ള പ്രോട്ടീൻസും ആണ്, അല്ലാതെ കാർബ്സ് അല്ല. ജ്യൂസ് ആക്കി എടുക്കുമ്പോൾ അത് എന്താണ് ഗ്ലൂക്കോസ് മാത്രമാണ് നമുക്ക് കൂട്ടത്തിൽ വീണ്ടും പഞ്ചസാരയും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന 10 തെറ്റുകൾ എന്തൊക്കെയാണ്? ഓക്കെ, അതിൽ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാതെ, അതായത് സമയത്തിന് ഭക്ഷണം കഴിക്കാതെ അത് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ വരും. പിന്നെ ശരിയായ രീതിയിൽ ഒരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ വരും. അതേപോലെ തന്നെ നമ്മൾ മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ സമയത്തിന് നേരം തെറ്റിയിട്ട് മരുന്ന് എടുക്കുക, അല്ലെങ്കിൽ മരുന്ന് സ്കിപ്പ് ചെയ്യുക. ഇൻസുലിൻ വെക്കുന്നതാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അങ്ങനെയുള്ളവരുണ്ട്. അല്ലെങ്കിൽ ഡോക്ടർ കൊടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി അല്ലാതെ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഓരോരോ മിസ്റ്റേക്സ് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ് സമയം തെറ്റിയിട്ട് ഭക്ഷണം എടുക്കുക, സമയത്തിനല്ലാതെ, അതായത് ലേറ്റ് നൈറ്റ് ഒക്കെ ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ഭക്ഷണത്തിലാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ഷുഗറൊക്കെ കൊളസ്ട്രോളും കൂടുമെന്ന് വിചാരിച്ചിട്ട് ചിക്കനും അതായത് ഫിഷും അതെല്ലാം കൂടെ കുറയ്ക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും അരിയാഹാരങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് ഷുഗർ നന്നായിട്ട് തളം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യാതിരിക്കുന്നത്, ഫുള്ള് എന്താണ് സെഡൻറ്ററി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ വ്യായാമം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 30 മിനിറ്റ് 20-30 മിനിറ്റ് നടക്കണം. അതായത് ഒരു ദിവസത്തിൽ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റും, അതല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മളൊരു ബ്രിസ്ക് വാക്കിംഗ് ആയിട്ടും ബോഡിക്ക് എന്തായാലും ഒരു മൂവ്മെന്റ് കൊടുത്തോണ്ടിരിക്കണം. സെഡൻറ്ററി ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും IT പ്രൊഫഷണൽസ് ആണെങ്കിലും ഇവരിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഡയബറ്റീസ് കൂടിക്കൊണ്ട് വരുന്നത്. കാരണം ബോഡിക്ക് ഒരു മൂവ്മെന്റ് ഇല്ല, ഫുൾ ടൈം ഇരുന്നുള്ളവർക്കൊക്കെ ആകുമ്പോൾ ഈ ഗ്ലൂക്കോസ് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടുള്ളത്. പിന്നെ ഉറക്കം ശരിയായ രീതിയിൽ ഒരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പൊ കൂടുതൽ ആൾക്കാരും വൈകി ഉറങ്ങുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഉറക്കം റെഡി ആയിട്ടില്ലെങ്കിലും അവരുടെ കോർട്ടിസോൾ കൂടുകയും വീണ്ടും ഷുഗർ കൂടാനുള്ള ചാൻസ് ആണ് ഉള്ളത്. പിന്നെ പകൽ ഉറങ്ങുന്നവരുണ്ട്. അങ്ങനെ ഉറങ്ങുവാണെങ്കിൽ നമ്മളുടെ ഈ ഒരു മീൻസ് നമ്മൾ ആയുർവേദത്തിൽ പറയും കഫം കൂടും എന്നുള്ളത്. അങ്ങനെ കൂടുമ്പോഴും നമുക്ക് വീണ്ടും ഡയബറ്റിക് ആവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഡോക്ടറെ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് ഈ ഡയബറ്റീസിന്റെ മരുന്ന് നമ്മൾ ജീവിതകാലം മുഴുവൻ എടുക്കണോ എന്നുള്ളത്. അതിന്റെ ആവശ്യം ഉണ്ടാവുമോ? ഇല്ല, നമുക്ക് എന്തായാലും ജീവിതകാലം മുഴുവനും നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലും ആഹാരത്തിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ എടുക്കുന്ന മെഡിസിൻ നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്കൊന്ന് കൺട്രോളിൽ നിർത്താൻ വേണ്ടി പറ്റും. അതിപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ ഇൻസുലിൻ്റെ നമ്മൾ ഭക്ഷണവും അതുപോലെ തന്നെ എക്സസൈസും ഒക്കെ ചെയ്യുന്നതിലൂടെ ഈ ഇൻസുലിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്കത് ഗുളികയിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. കൺട്രോൾ ചെയ്ത് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ മെഡിസിൻ നിർത്തുക അങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ടില്ല. കാരണം നമ്മളുടെ ഈ ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കാലക്രമേണ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. പക്ഷെ ഇത് ഡയബറ്റീസ് ഉള്ള എല്ലാ പേഷ്യൻസിന്റെ ഒരു പേടിയാണ്, അതിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ളത്. അതെന്തായാലും എന്താണ് നമ്മൾ ഈ ഒരു ഭക്ഷണം എന്നും എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും ഒരു മൊമെന്റ് ഒരു ബോഡിക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ തടി ഉണ്ടെങ്കിൽ തടിയുള്ളവർ കുറയുകയും ചെയ്യും. ആ തടി കുറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗ്ലൂക്കോസിന്റെ ഒരു ഉപയോഗം അവിടെ വരുമ്പോൾ തന്നെ ഈ ഒരു എന്താണ് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. തടി കൂടുന്നത് മെയിൻ ആയിട്ട് ഷുഗറിന് ഒരു കാരണമാണല്ലേ? ഷുഗർ എന്താണ് തടി കൂടിയവരിലും ഷുഗർ നന്നായിട്ട് കണ്ടുവരുന്നുണ്ട്.
ഇപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർ പലരും പഞ്ചസാര കട്ട് ചെയ്തിട്ട് പകരം തേൻ യൂസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ശർക്കര യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണോ യൂസ് ചെയ്യുന്നത്? അത് നല്ലതല്ല. അല്ല. അതായത് നമ്മൾ ഈ എന്താണ് തേനിലാണെങ്കിലും അതിൻ്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ കൂടുമ്പോൾ വീണ്ടും ഷുഗർ കൂടാനുള്ള ചാൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ ഷുഗർ, അതായത് തേന് എടുക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക. അതായത് ഇപ്പോഴത്തെ തേന് എന്ന് പറയുന്നത് മുഴുവനും മുന്നേ കിട്ടിയിരുന്ന അത്ര പ്യുവർ ആയിട്ടുള്ള തേനായിരിക്കില്ല. അപ്പൊ അത്രയ്ക്ക് മിനറൽസ് ഒക്കെ കുറവായിരിക്കും അതില്. അപ്പൊ എന്താണ് ഇതിലാണെങ്കിലും എന്താണ് ഗ്ലൂക്കോസ് തന്നെയാണ്, വീണ്ടും പഞ്ചസാരേന്റെ അളവ് തന്നെയാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എടുക്കുന്നതാണെങ്കിലും വീണ്ടും നമ്മുടെ ഗ്ലൂക്കോസ് കൂട്ടാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ ശർക്കര അതുപോലെ തന്നെയാണ്. അതിലാണെങ്കിലും പഞ്ചസാരയാണ് ഇപ്പൊ കൂടുതലായിട്ടുള്ളത്. പിന്നെ നാടനായിട്ടുള്ളതൊക്കെ കിട്ടുന്നത് ഭയങ്കര റെയറാണ്. നമ്മൾ കടയിൽ പോയി മേടിക്കുന്നത് ശരിയായിട്ടുള്ള തേനുള്ള അല്ലാത്ത തേന് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം, അത് കുറച്ച് മാത്രം ഉപയോഗിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നല്ലതല്ല. ഒരു എന്താ നമ്മൾ ചായയിലൊക്കെ ആണെങ്കിലും മീൻസ് പഞ്ചസാരക്ക് പകരമായിട്ട് യൂസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ബെറ്റർ ആയിട്ടുള്ളത് തേനാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുറച്ച് കൊണ്ടുവരാം. എന്താണ് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചളവിൽ യൂസ് ചെയ്യാം, അത് കുഴപ്പമുള്ളതല്ല. ബട്ട് എന്നാലും നമ്മളുടെ ഒരു ഇത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഡോക്ടർ, അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ് ആണ്, പക്ഷേ മധുരം തീരെ ഒഴിവാക്കാൻ പറ്റില്ല. ചായയിലോ കാപ്പിയിലോ കുറച്ചെങ്കിലും മധുരം വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ എന്താണ് സജസ്റ്റ് ചെയ്യുക മധുരത്തിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അവർക്ക് നമുക്ക് ഈ സ്റ്റീവിയ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഷുഗർ കൂട്ടുകയില്ല, പക്ഷെ നമുക്കൊരു മധുരത്തിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അതും ബെറ്റർ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഷുഗർ ആണെങ്കിലും ഗ്ലൂക്കോസ് ആയിട്ടുള്ളതാണല്ലോ, അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് എങ്ങനെയാണ് കിഡ്നീനെ ബാധിക്കുന്നത്? അതായത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിട്ടുള്ള രക്തമാണ്. ഈ രക്തം നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നിയിലേക്കാണ് പോകുന്നത്. കിഡ്നിയിലാണ് കിഡ്നിയിൽ ഫിൽറ്റർ ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റ്സ് ആണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിഡ്നിയിൽ നമ്മൾ നല്ല പ്രഷറിൽ ഈ ഒരു ഗ്ലൂക്കോസ് കൂടുതലുള്ള രക്തം വരുമ്പോൾ അതിന്റെ ഒരു പ്രഷർ കൂടുതലാവും. അപ്പം അത് ഡാമേജ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ അവിടെ ഒരു ഡാമേജ് വരുമ്പോൾ നമ്മളുടെ ഈ ഒരു ഫിൽട്രേഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. അപ്പോഴാണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും മൂത്രത്തിലൂടെ കൂടുതലായിട്ട് പുറന്തള്ളാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോട്ടീനൂറിയ, മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ പറയാറില്ല. ആ ഒരു കണ്ടീഷനൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അത് പിന്നെ നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് കിഡ്നി ഫെയിലിയറും അതൊക്കെയാണ് കിഡ്നി ഫെയിലിയർ ആവുന്നതും. അതുപോലെ തന്നെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലുള്ള കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ ആവുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ ഈ ഡയാലിസിസിനൊക്കെ പ്രമേഹ രോഗികൾ പോയി പറയാം. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് അപ്പോഴാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതുകൊണ്ട്. ഡോക്ടർ, അപ്പോൾ ഈ ഇൻസുലിൻ ഒക്കെ തുടങ്ങേണ്ട സാഹചര്യം എപ്പോഴാണ് വരുന്നത്? ഇൻസുലിനൊക്കെ നമ്മൾ ആദ്യം നമ്മൾ മെഡിക്കേഷൻസ് ആണ്, അതായത് ടാബ്ലറ്റ്സ് ഒക്കെയാണ് കൊടുക്കാറ്. അതിൽ നമുക്ക് കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ സർജറീൻ്റെ മുന്നേ ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്, അതായത് ഗർഭകാലത്ത് ഡയബറ്റിക് ആണെങ്കിലും ഇൻസുലിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഡോക്ടർ, എക്സസൈസ് ഒക്കെ ഇപ്പം ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്? അവർ അമിതമായിട്ട് എന്തായാലും എക്സസൈസ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ തടിയുള്ളവരായിരിക്കാം, അപ്പോൾ പെട്ടെന്ന് ക്ഷീണം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആണെങ്കിലും നമ്മളൊരു നടത്തം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ മൂവ്മെന്റ്സ് കൊടുക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം നമ്മളൊരു 15 അല്ലെങ്കിൽ 30-45 മിനിറ്റ് നടത്തം ചെയ്യുക, അതായത് ബ്രിസ്ക് വാക്ക് ചെയ്യുക. അതായത് കൈയും കാലും ഒക്കെ വീശിയിട്ടുള്ള വിയർക്കുന്ന തരത്തിലുള്ള നടത്തമാണ് വേണ്ടത്. അങ്ങനെ ഒന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസം നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്, അതായത് ജിമ്മിൽ പോയിട്ടോ അങ്ങനെയുള്ള എക്സസൈസ് അത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നടക്കുക എന്നുള്ളതാണ്. അതെന്തായാലും കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ഷുഗർ സ്പൈക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഷുഗർ ഇല്ലാത്തൊരു ആള് വർഷത്തിൽ എത്ര തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും? വർഷത്തിൽ നമ്മൾ ഷുഗർ ഇല്ലാത്തവർ എന്തായാലും ഒരു
ഒന്നും, അതായത് ചാൻസ് കൂടുതലുള്ളവരുണ്ട്, അതായത് വെയിറ്റ് നല്ല കൂടുതലുള്ളവർ, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലിയിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് അമിതമായിട്ട് മീൻസ് ഒരു കൺട്രോൾ ഇല്ലാതെ ഭക്ഷണം എടുക്കുക, അല്ലെങ്കിൽ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ളവർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ വർഷത്തിൽ മിനിമം ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ 1-2 തവണ HbA1c ചെയ്യുന്നതാണ് നല്ലത്. അതായത് 3 മാസം കൂടുമ്പോഴുള്ളതാണ് HbA1c, അത് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ എടുക്കുന്നത്, അതായത് പ്രത്യേകിച്ച് ഒരു 35 വയസ്സിന് ശേഷം പ്രായമുള്ളവർ HbA1c വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് നമുക്ക് എല്ലാത്തിന്റെ ഒരു ടോട്ടൽ വാല്യൂ കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പേടിക്കാനില്ല. അതിപ്പോൾ കൂടുതലാണോ അങ്ങ് നോക്കിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ഭക്ഷണ രീതിയിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരുത്താം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്കറൻറ്റ് മീൻസ് വരുന്നത് നമുക്കൊന്ന് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഡയബറ്റീസ് നമ്മുടെ കണ്ണുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ നമ്മൾ ഈ കിഡ്നീനെ ബാധിക്കുന്ന മാതിരി തന്നെ നമ്മളുടെ ഈ ഒരു സർക്കുലർ ബ്ലഡിലൂടെ നമ്മളുടെ കൂടിയിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മളുടെ കണ്ണിലുള്ള റെറ്റിനയിലുള്ള രക്തക്കുഴലിലേക്ക് എത്തും. അപ്പോൾ അവിടുത്തെ ഒരു പ്രഷർ കൂടുമ്പോൾ അത് പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു ബ്ലീഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ കാഴ്ച മങ്ങാം, ബ്ലൈൻഡ്നെസ് ഉണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്പം അങ്ങോട്ട് എത്താതെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. അതായത് വർഷത്തിലൊരിക്കലെങ്കിലും, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണ് ഡയലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ നടത്തുക. അതുപോലെ തന്നെ കിഡ്നീൻ്റെതാണെങ്കിലും കിഡ്നി റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ നടത്തുക. അങ്ങനെയാകുമ്പോൾ നമുക്കത് ഒരു വിധത്തിൽ മീൻസ് ഒന്നും വരുന്നില്ലല്ലോ, നമുക്കൊന്ന് സമാധാനിക്കാം. ഇപ്പോൾ റെറ്റിനോപ്പതിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല, അത് നല്ല ബുദ്ധിമുട്ടാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. നമ്മൾ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വന്നാൽ നമുക്ക് അതിൻ്റെ അവിടേക്കുള്ള ഒരു ബ്ലീഡിങ് ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ടെമ്പററി ആയിട്ടും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാഴ്ചയൊക്കെ നമുക്ക് മുന്നത്തേനേക്കാൾ അത്രയ്ക്കില്ലെങ്കിലും ഒന്നും കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് കാഴ്ച പോയവരാണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് ഒരു മങ്ങിയ പോലെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്താതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പൊ പലരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് രാത്രി കാലങ്ങളിൽ ഷുഗർ ഭയങ്കരമായിട്ട് ലോ ആകുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഒന്നെങ്കിൽ അവർ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ, ഒന്നെങ്കിൽ അത് കുറച്ച് കൂടുതലാണെങ്കിൽ, അത് നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ ഷുഗർ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിസിൻ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ, അതായത് മെഡിസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, അതല്ലെങ്കിൽ ഇൻസുലിൻ അധികമായിട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരങ്ങളിലോ കൂടുതലായിട്ട് എക്സസൈസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കത്തിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇവർക്ക് നന്നായിട്ട് വിയർക്കാനും, രാത്രി നന്നായിട്ട് വിയർക്കാനും തലവേദനയോ അതൊക്കെ അനുഭവപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഷുഗർ കുറയുന്നുണ്ട് എന്നുള്ള രീതി. ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ഡേറ്റ്സ് എടുക്കാൻ പറ്റുമോ? ഡേറ്റ്സിലാണെങ്കിലും ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ്. അതാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്തിട്ടാണ് എടുക്കുക. എല്ലാ ദിവസവും എടുക്കുക എന്നുള്ളത്, കുറേ ക്വാണ്ടിറ്റിയിൽ എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ അതാണെങ്കിലും ഒരു മിതമായിട്ടുള്ള അളവിൽ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഡോക്ടറെ, ഹോം റെമഡീസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതായത് സ്റ്റാർട്ടിങ് ആണെങ്കിൽ പ്രീ ഡയബറ്റിക് കേസോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോം റെമഡീസ് എടുക്കാം. പക്ഷേ നമുക്ക് ഹോം റെമഡീസിൽ നമ്മൾ ഉലുവ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഉലുവ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഷുഗർ കുറയും. പക്ഷെ നമുക്ക് പെട്ടെന്ന് മെഡിസിൻ നിർത്തുക എന്നുള്ളൊരു ഓപ്ഷൻ അവിടെയാണെങ്കിലും ഇല്ല. നമ്മളത് കുറച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേഴ്സണിങ് കൂടുതലാവുന്നതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉള്ളത്. നമ്മൾ ഹോം റെമഡീസ് ആയിട്ട് എടുത്തിട്ടും ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹോം റെമഡീസ് എടുക്കുമ്പോൾ വൃത്തിയിൽ എടുക്കുക എന്നുള്ളതാണ്. അത് ഒരു ദിവസം എടുത്ത് പിറ്റേ ദിവസം സ്കിപ്പ് ചെയ്യുക അങ്ങനെയുള്ളതല്ല. നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് മീൻസ് റെമഡീസ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഡോക്ടറെ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സ്ട്രെസ് കൂടുതലായിട്ട് ഷുഗറിന് കാരണമാവാറുണ്ടോ? സ്ട്രെസ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം സ്ട്രെസ് കൂടുമ്പോൾ വീണ്ടും നമ്മളുടെ ഈ ഒരു കോർട്ടിസോളും ഇതൊക്കെ കൂടുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ് ഹോർമോൺസ് കൂടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്രേവിങ്സും കൂടും. ചിലർക്ക് സ്ട്രെസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിലും പിന്നെ ഷുഗർ കൂടാനാണ് ചാൻസ്. അതുപോലെ തന്നെ കോർട്ടിസോൾ കൂടുമ്പോഴും നമ്മളുടെ ഉറക്കം റെഡി ആവില്ല. പിന്നത്തെ എന്താണെന്ന് വെച്ചാൽ ലിവർ വീണ്ടും ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ശരിയായ രീതിയിലൊരു ഡൈജഷനും ശരിയായ രീതിയിൽ നടക്കില്ല.
അങ്ങനെയാകുമ്പോൾ ഒരു ഡൈജഷൻ മീൻസ് ദഹനം ശരിയായി നടന്നിട്ടില്ലെങ്കിലും അവിടെയും നമുക്ക് എന്താണ് ഈ ഷുഗർ കൂടാനുള്ള ചാൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എന്താണ് സ്ട്രെസ് ആദ്യം എന്താണ് ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ് പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് മീൻസ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യാം. ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ സ്ട്രെസ് കൂടുതലാണ്, എല്ലാവർക്കും സ്ട്രെസ് കൂടുതലാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ പോലുള്ളതോ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ്, പ്രാണായാമം ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഷുഗർ വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരങ്ങൾ കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തരുമല്ലോ, അതിലേതെങ്കിലും കുറച്ചെണ്ണം പറഞ്ഞു തരുമോ? ഒന്നാമത്തെ നമുക്ക് അമിതമായിട്ട് ദാഹം ഉണ്ടാകും. അതായത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും ഡ്രൈ ആവുന്ന മാതിരിയൊക്കെ ഉണ്ടാവും. അപ്പം ഒരു ടെൻഡൻസി ഉണ്ടാകും. അതേമാതിരി തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലാണ്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചിലവരിൽ കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്രേവിങ്സ്, ചിലവരിൽ ക്രേവിങ്സ് കൂടുതലായിരിക്കും. അതായത് മധുരത്തിനോടുള്ള ഒരു ക്രേവിങ്സും അങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരും. പിന്നെ ചിലവരിലാണെങ്കിൽ എന്താണ് ഈ കഴുത്തിലും കക്ഷത്തിലും ഒക്കെ എന്താണ് കറുത്ത കളറ് കാണും. അതായത് എക്കന്തോസിസ് നിഗ്രിക്കൻസ് പറയും. ആ ഒരു കറുപ്പ് കൂടുതലാവുകയാണെങ്കിലൊക്കെ എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിട്ടുള്ളവരിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു എന്താണ് കാണുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഷുഗർ ഇല്ല എന്നുള്ളത്, അത് ഡയബറ്റീസ് ഇല്ല എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മധുരം കഴിക്കാൻ പാടില്ല, അങ്ങനെയാണോ? അങ്ങനെയില്ല. നമ്മൾ മധുരം എന്താണ് ചിലപ്പോൾ എല്ലാവർക്കും ഒരു ക്രേവിങ്സ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മളെല്ലതും ഇങ്ങനെ മധുരിടാതെ കഴിക്കുക, അങ്ങനെയല്ല. നമുക്ക് കുറഞ്ഞ അളവിൽ നമുക്ക് എടുത്ത് കഴിച്ച് കുഴപ്പമില്ല. പക്ഷെ എന്നും എടുക്കുക അതാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമുക്ക് ആഴ്ചയിലൊക്കെ ഒരിക്കലും എന്താണ് മധുരം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും കുറഞ്ഞ അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഈ പറയുന്ന ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എന്താണ് ഫോളോ ചെയ്യുന്നവരുണ്ട്. അത് കഴിക്കാം എന്നുള്ളത് മാത്രം. പക്ഷെ എപ്പോൾ കഴിക്കണം എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഡയബറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ പഴം കഴിക്കുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുമോ? ചിലവരിൽ കൂടാം. അതായത് നമ്മൾ എടുക്കുന്ന പഴം എങ്ങനെയാണെന്നുള്ളത് അനുബന്ധിച്ചാണ് എടുക്കുന്നത്. അത് നല്ല എന്താണ് പഴുപ്പ് കൂടിയ പഴങ്ങളുണ്ട്, അതിൽ എന്താണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഷുഗർ കൂടാനാണ് ചാൻസ്. അപ്പോൾ ഒരു മിതമായി പഴുത്തിട്ടുള്ള പഴം കഴിക്കുകയാണെങ്കിൽ മിതമായിട്ട് പഴുത്ത പഴം എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അത് ഓവറായിട്ട് എടുക്കാതെ നമ്മളൊരു കൺട്രോൾ ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. എന്നും പഴം കഴിക്കുക എന്നുള്ളതല്ല, നമ്മളതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ആഴ്ചയിൽ കുറച്ച് ദിവസത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻസുലിൻ തുടങ്ങുന്നത് നമ്മുടെ ഈ രോഗം വഷളായതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മൾ ചില എമർജൻസി കണ്ടീഷൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്യാൻ പോകണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താണ് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ളവരിലൊക്കെ നമ്മൾ ഇൻസുലിന് പ്രിഫർ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുക്കണം എന്നുള്ളതല്ല. നമുക്കൊരു പെട്ടെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് എന്താണ് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മെഡിസിൻസിൽ എന്താണ് നിന്നില്ലെങ്കിലാണ് ഇൻസുലിൻ എന്താണ് സ്റ്റാർട്ട് ആവുന്നത്. ഡയബറ്റീസ് എന്നത് ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല. കൃത്യമായ ഭക്ഷണം, ഉറക്കം, വ്യായാമം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്